ഈ ഒരു സർജറി പറഞ്ഞിട്ട് വിനുവേട്ടാ 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 ഇന്ന് നമ്മളുടെ അച്ഛമ്മളുടെ വിവാഹമാണ്. നമ്മളെ അവരിവിടെ ഒന്ന് ക്ഷണിച്ചതല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? നീ പോയിക്കോ. അതെന്താ? വിനുവേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. ആ, അതപ്പോൾ പറഞ്ഞു, അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. ഓഹോ വിനുവേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വിവാഹം കഴിഞ്ഞിട്ട് നമ്മളിതുവരെ പുറത്തെവിടെയും പോയിട്ടില്ല. കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു എവിടെ നിൻ്റെ ഹസ്ബൻഡ് എന്ന്. വിനുവേട്ടൻ നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പോവാം. നമുക്ക് ഒരുമിച്ച് പോയി വിവാഹത്തിൽ പങ്കുചേരണം. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ തിരക്കുണ്ട്. നീ നിൻ്റെ ജോലി നോക്ക്. ശരി വിനുവേട്ട, വിനുവേട്ടനെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ എനിക്കാരുമില്ല എന്നുള്ളൂ. വിനുവേട്ടനെ മാത്രം ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വിനുവേട്ടൻ എന്നോട് എന്താ ഇങ്ങനെയൊക്കെ? അനാമിക, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. വിനുവേട്ട, ഞാനൊന്ന് ചോദിച്ചോട്ടെ? നമ്മൾ ഇന്ന് വരെ പിണങ്ങിയിട്ടില്ല. വിനുവേട്ടനോട് ഞാൻ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ഞാൻ ആവശ്യപ്പെട്ടു നമുക്ക് ഒരുമിച്ച് പോകണമെന്ന്. അനാമിക, നിന്നോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു, എനിക്ക് സമയമില്ല. അത് ശരി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. സ്നേഹിച്ചപ്പോൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ വിനുവേട്ടൻ എന്നോട് പറഞ്ഞത്. ചക്കരയാണ്, തേനാണ്, പാലാണെന്ന്. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അനാമിക, ഒരു പെണ്ണിനെ ഒരാൾ സ്നേഹിക്കുമ്പോൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. അതെ, എനിക്കെല്ലാം ഇപ്പം മനസ്സിലായി. എനിക്ക് മനസ്സിലായി വിനുവേട്ട സ്നേഹമില്ല എന്നുള്ളത്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. വിനുവേട്ട, നമ്മൾ ഒരുമിച്ച് പോയി പുറത്ത് പോയി കേവലം ഒരു ഐസ്ക്രീം വരെ കഴിച്ചിട്ടുണ്ടോ? എന്താ വിനുവേട്ട ഇങ്ങനെയൊക്കെ? എനിക്ക് പറയാനുള്ളതെല്ലാം വിനുവേട്ട കേട്ടേ പറ്റൂ. അനാമിക, എനിക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം നിൻ്റെ വായിൽ നിന്ന് വീഴുന്നത്. നീ അപ്പുറത്ത് പോ. ശരി വിനുവേട്ട, എനിക്കിപ്പോഴല്ല മനസ്സിലായത്. എനിക്കിപ്പോഴാണ് എല്ലാം പറ്റും. ദൈവമേ, എന്തതിൻ്റെ അർത്ഥം? വിനുവേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എല്ലാ വിവാഹങ്ങൾക്കും ഭാര്യ ഭർത്താക്കന്മാരും ഒന്നിച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരികളൊക്കെ ചോദിക്കും എവിടെ നിൻ്റെ ഹസ്ബൻഡ് എന്ന്. ഞാൻ എന്ത് മറുപടിയാണ് അവരോട് പറയേണ്ടത്? അത് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. ആ, നാളെ എനിക്കൊരു കാര്യം പറയേണ്ടത്. നാളെ എൻ്റെ കൂട്ടുകാരൊക്കെ വരും, അവർക്ക് ഭക്ഷണം തയ്യാറാക്കണം. ഓഹോ, വിനുവേട്ടൻ്റെ കൂട്ടുകാരാണ് വലുത്. അവർക്ക് ഞാൻ ഭക്ഷണം ഒരുക്കണമല്ലേ? വിനുവേട്ടൻ സ്നേഹിക്കാനും സന്തോഷിക്കാനും കൂട്ടുകാരുണ്ട്. എനിക്ക് ജീവിതത്തിൽ ആരോ ഉള്ളത്? അതെന്താ വിനുവേട്ടൻ പറയാത്തത്? അനാമിക, സ്നേഹിക്കുമ്പോൾ പുരുഷന്മാർ പലതും പറയും. അതെല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടണമെന്നില്ല. ഒരു വീട്ടമ്മയെ ജീവിക്കാൻ നീ ആഗ്രഹിക്കണം, അതാണ് വേണ്ടത്. എന്നും കൂട്ടിലടിച്ച കിളിയെ പോലെ പെരക്കകത്ത് മാത്രം ഇരിക്കാനാണ് വിനുവേട്ടൻ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അനാമിക, ഓഫീസിൽ പോകാൻ സമയം പോയി. നിൻ്റെ കള്ളക്കരച്ചിൽ ശൃംഗാരമൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ ദേ പോയി കഴിഞ്ഞു. എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലായത്.